നമസ്കാരം. വിശപ്പ്, ദാരിദ്ര്യം ഇതൊന്നും വെറും വാക്കല്ല. ഉള്ളുണങ്ങാത്ത പൊള്ളലുകളാണ്, തീരാവേദനയുള്ള മുറിവുകളാണ്. ഒരാളെങ്കിൽ ഒരാളുടെ ഒരു നേരത്തെ വിശപ്പാറ്റുവോളം മഹത്തരമായത് ഒന്നുമില്ല. 2021 രണ്ടാമത് അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അജണ്ടയായി സ്വീകരിക്കുമ്പോൾ കേരളം നീതി ആയോഗിന്റെ ദാരിദ്ര്യ നിലവാര പട്ടികയിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച സംസ്ഥാനമാണ്, 1-ാം നമ്പർ. എന്നിട്ടും നമ്മൾ മുന്നോട്ടെന്ന് തീരുമാനിച്ചു. ഇനിയും മുന്നോട്ടെന്ന്. എളുപ്പമൊന്നുമായിരുന്നില്ല. ഒരു കടലാസിലും പേരില്ലാത്ത ചില മനുഷ്യരില്ലേ, വയറ് വിശന്ന് വഴിയരികിൽ കിടക്കുന്നവർ, നമ്മളൊക്കെ പലപ്പോഴും കണ്ടില്ല എന്ന് കരുതി കടന്നു പോകുന്നവർ, അവർക്കരികിലേക്ക്. വിശപ്പിന് ആഹാരവും കിടപ്പാടവും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും തൊഴിലും അങ്ങനെ പലതും. 4 വർഷങ്ങൾ പട്ടിണിപ്പേടിയില്ലാതെ 64,000-ത്തിലധികം കുടുംബങ്ങൾ മനുഷ്യാന്തസ്സിന് അർഹരായി. എല്ലാം ശരിയായി കഴിഞ്ഞു എന്നല്ല, ഇനിയും ഏറെ ഉണ്ടാകാം. വിമർശനങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകാം. മറുപടി വേണ്ടവയൊക്കെ തന്നെയാണ് ജനാധിപത്യത്തിൽ അവയെല്ലാം. എന്നാലും നാളത്തെ പുലരി നല്ലതാണ്. നമ്മളോടൊപ്പം അതിഥികൾ സൂപ്പർ പ്രൈം ടൈമിൽ ശ്രീ കെ ജെ ജേക്കബ്, മാധ്യമപ്രവർത്തകൻ, ശ്രീ ജോസഫ് സി മാത്യു, രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസിൽ നിന്ന്, ശ്രീ ഉല്ലാസ് ബാബു, BJP-യിൽ നിന്ന് തത്സമയം അതിഥികളായി ചേരുന്നു. സൂപ്പർ പ്രൈം ടൈം വിശദമായ ചർച്ചകളിലേക്കും അതിഥികളിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മളോടൊപ്പം തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ചേരുകയാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ശ്രീ MP രാജേഷ്, സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മിനിസ്റ്റർ, വളരെ അഭിമാനബോധത്തോടുകൂടി സർക്കാർ ഒരു കാഴ്ചപ്പാടും അതിൻ്റെ നേട്ടവും മുന്നോട്ട് വെക്കുകയാണ്. അഭിമാനാർഹമായ ഒരു പ്രഖ്യാപനമാണ്. എങ്ങനെയാണ് ആ നേട്ടത്തെ കാണുന്നത്? അതിനോടൊപ്പം ഇതൊരു തുടർ പ്രവർത്തനം, ഒരു തുടർ പ്രക്രിയ ആയിരിക്കുമോ സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൽ? തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. മനുഷ്യ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കൂടിയാണ് ഇതിലൂടെ അടയാളപ്പെടുത്തുന്നത്. കേരള വികസന മാതൃക ഒരുപാട് പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്, ലോകം മുഴുവൻ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ കേരള വികസന മാതൃകയിലും പുറന്തള്ളപ്പെട്ടു പോയ ഒരു ന്യൂനപക്ഷം വരുന്ന വിഭാഗമാണ് അതിദരിദ്രർ എന്നത്. തങ്ങൾക്ക് ഉള്ള അവകാശങ്ങളെക്കുറിച്ചൊരു ബോധവുമില്ലാത്ത, അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും ലഭ്യമല്ലാത്ത, അതിനാവശ്യമായിട്ടുള്ള പ്രാഥമിക രേഖകൾ പോലുമില്ലാത്ത അദൃശ്യരാക്കപ്പെട്ട മനുഷ്യർ എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ആധാർ കാർഡില്ല, റേഷൻ കാർഡില്ല, അതുപോലുള്ള ഒരു രേഖയുമില്ല. അവർ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിയിക്കാൻ പറ്റുന്ന രേഖകളൊന്നുമില്ലാത്ത വിഭാഗം, അത് ഇംഗ്ലീഷിൽ നോൺ എക്സിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അവരെ നമ്മൾ വിപുലമായൊരു പ്രോസസ്സിലൂടെ, പ്രക്രിയയിലൂടെ കണ്ടെത്തി അതിദാരിദ്ര്യത്തിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന്, അധസ്ഥിതാവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ്. ഒരുപക്ഷെ സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ ഈ യോജിച്ച ഒരിടപെടൽ ഉണ്ടായില്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയാത്തൊരു വിഭാഗമാണത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിദാരിദ്ര്യമാണ് നാം നിർമ്മാർജ്ജനം ചെയ്യുന്നത്, ദാരിദ്ര്യമല്ല. സർക്കാർ സാധാരണഗതിയിൽ സർക്കാർ സംവിധാനങ്ങളാണെങ്കിൽ APL BPL എന്ന ഒരു പൊതു മാനദണ്ഡം വെച്ചിട്ടാണ് ദരിദ്രരെ അതല്ലാത്തവരെ തരംതിരിക്കുക. ഇതിപ്പോൾ ഒരു പ്രത്യേക മാനദണ്ഡം, പ്രത്യേക നിർവചനം അനുസരിച്ച് ഏറ്റവും പ്രധാനം തങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യർ, അതിനുവേണ്ടി എവിടെയാണ് പോവേണ്ടത് എന്നറിയാത്ത മനുഷ്യർ എന്നുള്ള പ്രഖ്യാപനവും കാഴ്ചപ്പാട് തന്നെ ഏറ്റവും മികച്ചതാണ്. അവിടേക്കാണ് സംവിധാനങ്ങൾ ഇറങ്ങിച്ചെല്ലുകയും വേണ്ടത്. എങ്ങനെയാണ് പ്രോസസ്സ്, അതായത് അർഹരായ മനുഷ്യരെ എങ്ങനെ കണ്ടെത്തി? പ്രോസസ്സ് വളരെ വിപുലമായൊരു പ്രോസസ്സായിരുന്നു. ആദ്യം 4 ലക്ഷം പേരെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില ഇതിനു വേണ്ടി പരിശീലിപ്പിച്ചെടുത്തു. അതിലൂടെ ഭക്ഷണം, അതിന് ശേഷം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അവകാശരേഖകൾ, ഉപജീവന മാർഗം, ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ഉപക്ലേശ ഘടകങ്ങളുമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായ ഒരു പട്ടിക തയ്യാറാക്കിയത്. ആ പ്രാഥമികമായിട്ടുള്ള പട്ടിക തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും പരിശോധനയ്ക്ക് വിധേയമാക്കി. വാർഡ് തലത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള തദ്ദേശ സ്ഥാപനത്തിലുള്ള പരിശോധനയിൽ 1,18,309 കുടുംബങ്ങളുണ്ടായിരുന്നു.
പിന്നെ 58,000-ത്തിലധികം ഫോക്കസ് ഗ്രൂപ്പുകൾ ചേർന്ന് ഇത് വിശദമായ ചർച്ചയ്ക്കും പരിശോധനയ്ക്കും വിധേയമാക്കി. ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ വാർഡ് തലത്തിലുള്ള സമിതികളുണ്ട്. എല്ലാ വാർഡിലും ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിരുന്നു. ആ വാർഡ് സമിതികൾ ശുപാർശ ചെയ്ത 87,158 കുടുംബങ്ങൾ അവരുടെ വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി ശേഖരിച്ചു. അതിനുശേഷം അതിൽ 20% എടുത്തൊരു സൂപ്പർ ചെക്ക് നടത്തി. തുടർന്ന് ഒരു മുൻഗണനാ പട്ടിക 73,747 കുടുംബങ്ങളുടെ മുൻഗണനാ പട്ടിക ഉണ്ടാക്കി. അതും കഴിഞ്ഞ് ഗ്രാമസഭകൾ, ഒരു വാർഡിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത് അന്തിമമാക്കി ഓരോ വാർഡിലെയും അതിദരിദ്ര കുടുംബം ആരൊക്കെയാണ് എന്നത്. അത് തദ്ദേശ സ്ഥാപന ഭരണസമിതി, മുനിസിപ്പൽ കൗൺസിലാവാം, പഞ്ചായത്ത് ബോർഡാവാം, അവർ അംഗീകരിച്ചു. ഈ പ്രോസസ്സിലൂടെയാണ് 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത്. ഓക്കെ, ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പുതിയ മാനദണ്ഡം നിശ്ചയിക്കുന്നു. ഒരു പുതിയ മാനദണ്ഡ പ്രകാരമാണ് നമ്മുടെ സാധാരണഗതിയിലുള്ള ദാരിദ്ര്യം, അതിദാരിദ്ര്യം എന്ന തരത്തിലുള്ള സാധാരണ നമ്മൾ കേൾക്കാറുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചോ ഒന്നുമല്ല, അടിസ്ഥാനമാക്കിയിട്ടല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വരുന്ന ചില ചർച്ചകൾ, അത് വിമർശനങ്ങളായിട്ടാണ് എങ്കിലും വിലയിരുത്തലുകളായിട്ടാണെങ്കിലും ഒക്കെ കാണുന്നുണ്ടാകുമല്ലോ. അതിനോടുള്ളൊരു മറുപടി എന്താണ്? ഞാനിന്ന് വിശദമായിട്ട് വിദഗ്ധർ എന്നവകാശപ്പെടുന്ന ഒരു സംഘം ആളുകളുടെ ഒരു കത്തുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ വീണ്ടും അടിവരയിടട്ടെ, ദാരിദ്ര്യമല്ല നിർമ്മാർജ്ജനം ചെയ്തത്, അതിദാരിദ്ര്യമാണ്. അപ്പോൾ അതിദാരിദ്ര്യം എന്നത് ഒരു പുതിയ മാനദണ്ഡം നമ്മളുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ്. നിലവിലുണ്ടായിരുന്ന പല പദ്ധതികളിലും അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ ഉൾപ്പെടാത്തവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു വികസന പദ്ധതികൾ, ഒരു ക്ഷേമ പദ്ധതികളും സ്പർശിക്കാത്ത വിഭാഗത്തെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്, ഇതിലൂടെ കണ്ടെത്തിയത്. അതാണ് നാം തിരിച്ചറിയേണ്ടത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങൾ ഈ പറഞ്ഞ ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന നിലയിലാണ് പലരും ഈ പറയുന്ന ചോദ്യങ്ങൾ ഉയർത്തുന്നത്. പിന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത് എന്നതാണ്. നോക്കൂ, 4 കൊല്ലമായിട്ട് ഈ പ്രക്രിയ ഇവിടെ നടക്കുകയാണ്. 4 കൊല്ലമായിട്ട് രഹസ്യമായി നടന്ന പ്രക്രിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തൊരു പ്രക്രിയയാണ് നടന്നത്. അതിനെക്കുറിച്ചുള്ള ധാരാളം ഡോക്യുമെൻറ്റുകൾ ലഭ്യമാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞ 16/7/2021 വിശദമായ ഗവൺമെൻറ് ഉത്തരവ് മാർഗരേഖയായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് മാർഗരേഖയിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ ആളെ കണ്ടെത്തും, എന്തെല്ലാം ചെയ്യും, മൈക്രോ പ്ലാൻ എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞു കില ഒരു കൈപ്പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതിദരിദ്രരെ കണ്ടെത്താൻ പ്രക്രിയ. ഇത് കില പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൈപ്പുസ്തകമാണ്. തുടർന്ന് 2022 മുതലുള്ള ഓരോ വർഷത്തെയും ഇക്കണോമിക് റിവ്യൂ, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക അവലോകന റിപ്പോർട്ടാണല്ലോ എക്കണോമിക് റിവ്യൂ. അതിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. 2023 ആദ്യ വർഷം പിന്നിട്ടപ്പോൾ ഗവൺമെൻറ് ഇതിനു വേണ്ടി മാത്രം കേരളാസ് ജേർണി ടുവേർഡ്സ് എറാഡിക്കേഷൻ ഓഫ് എക്സ്ട്രീം പോവർട്ടി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, എന്തെല്ലാമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തത് എന്ന പ്രോഗ്രസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനേകം ഡോക്യുമെൻറ്റുകൾ ലഭ്യമാണ്. ഇതൊന്നും നോക്കാതെ, നമ്മുടെ നാട്ടിൽ ഇതിനു വേണ്ടി നടന്ന പ്രവർത്തനങ്ങൾ അറിയാതെ, എന്യൂമറേഷനെക്കുറിച്ച് മനസ്സിലാക്കാതെ, ഇതിനു വേണ്ടി നടന്ന ഗ്രാമസഭകളെക്കുറിച്ച് അറിയാതെ ഒരു സുപ്രഭാതത്തിൽ ചിലർക്ക് സംശയം ഉദിക്കുകയാണ്. ഇപ്പോൾ എക്കണോമിക് റിവ്യൂ പോലും വായിക്കാതെ സാധാരണഗതിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഒക്കെ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതാണല്ലോ എക്കണോമിക് റിവ്യൂ. അന്നൊന്നും ഇവർക്കാർക്കും സംശയം ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം. ഈ 4 കൊല്ലത്തിനിടയിൽ ഒരു സംശയവും ആരും ഉന്നയിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടു. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ് താഴെത്തട്ടിൽ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത്. അതിൽ LDFൻ്റെ മാത്രമല്ല UDFൻ്റെയും ഉണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി ഭരിക്കുന്ന എറണാകുളത്തെ ചേരാനെല്ലൂർ പഞ്ചായത്ത് അതിദരിദ്രമുക്തമായി പ്രഖ്യാപിച്ചത്. ഞാനാണ് ആ പ്രഖ്യാപനം നടത്തിയത്. അവരാണ് എന്നെ ക്ഷണിച്ചത്. അവരുടെ ചടങ്ങിൽ അഭിമാനത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു, മന്ത്രി പ്രഖ്യാപിക്കണം എന്ന്. TJ വിനോദ് MLA-യുടെയും ഹൈബി ഈഡൻ്റെയും സാന്നിധ്യത്തിൽ, MP-യുടെയും സാന്നിധ്യത്തിൽ ഞാൻ ആ പ്രഖ്യാപനം നടത്തി. എന്നിട്ട്
അദ്ദേഹം ഇന്ന് വന്ന് ചോദിക്കുകയാണ്, പറയുകയാണ് ഇതെല്ലാം തട്ടിപ്പാണ്, വ്യാജമാണ്, കള്ളക്കണക്കാണ്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പോലും തള്ളിപ്പറയുകയും റദ്ദാക്കുകയും ചെയ്യുന്ന സമീപനമാണ്. അപ്പം അതിൽ വ്യക്തമാണല്ലോ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണ് എന്നുള്ളത്. ശരി, ഓക്കെ മിനിസ്റ്റർ. പക്ഷേ ഏത് ഘട്ടത്തിലാണ് എങ്കിലും ഈ പറയുന്ന ഏതു ഘട്ടത്തിലാണെങ്കിലും തുടക്കത്തിലോ ഒടുക്കത്തിലോ ശേഷമോ പ്രഖ്യാപിച്ചതിന് ശേഷമോ ഒക്കെ നമുക്ക് വിമർശനങ്ങൾക്ക് ഉള്ള സ്വാഭാവികമായൊരു അവകാശബോധമുള്ള സമൂഹമാണല്ലോ നമ്മുടെ. ഒറ്റ കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളൂ, കേന്ദ്രത്തിന്റെ അവകാശവാദത്തെ എങ്ങനെ കാണുന്നു? അതിദരിദ്രരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര പദ്ധതികൾക്കിനി ഇവിടെ അവകാശം ഉണ്ടാവില്ലേ എന്ന തരത്തിലുള്ള പങ്കുവെക്കലുകൾ കണ്ടിരുന്നു. അതിനോടുള്ള ഒരു ചെറിയ മറുപടി കൂടി. ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ, വിമർശനത്തിനോട് ഒരു അസഹിഷ്ണുതയും ഇല്ല കേട്ടോ. പക്ഷേ ഈ വിമർശനം സതുദ്ദേശപരമല്ല എന്ന് പറയാനുള്ള അവകാശമാണ് ഞാൻ എൻ്റെ അവകാശം പറഞ്ഞത്. സതുദ്ദേശപരമായിരുന്നെങ്കിൽ ഇവരെല്ലാം ഇന്നാണോ അറിഞ്ഞത്? ഇവരെല്ലാം ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ. ഈ നാട്ടിൽ ഇത്രയും കാലം നടന്നതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളമുണ്ട് ഈ ജനങ്ങളുമായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളുമായിട്ടും ഇവരുടെ ബന്ധം എന്നല്ലേ ഇതിനർത്ഥം. അതേ ഞാൻ ചൂണ്ടിക്കാണിച്ചുള്ളൂ. രണ്ടാമത്തെ കാര്യം, BJPയുടെ അവകാശവാദത്തെക്കുറിച്ച് എന്ത് പറയാനാണ്? കേരളം നടപ്പാക്കിയ EPEP എന്ന പ്രത്യേക പദ്ധതിയിലൂടെയാണ് ഇത് കൈവരിച്ചത്. ഏത് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇത്ര സമഗ്രമായിട്ട് നടപ്പാക്കിയത്? ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ, ഒരു കാര്യം ചെയ്യൂ, ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങി അവർ ഭരിക്കുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെ ഇത് നടപ്പാക്കി ഇതുപോലെ അതിദാരിദ്ര്യ മുക്തമാക്കി പ്രഖ്യാപിച്ച് കുറച്ചുകൂടി വലിയ ക്രെഡിറ്റ് എടുക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇവിടെ ആരെങ്കിലും ചെയ്തതിൻ്റെ ആൾ നമ്മളാണ് എന്നും പറഞ്ഞ് എട്ടുകാലി മമ്മൂഞ്ഞാവുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ചെയ്യാൻ അവർക്ക് അവസരമുണ്ടല്ലോ, അവിടെ ചെയ്ത് കാണിച്ചാൽ പോരെ. കേന്ദ്രത്തിന് നിന്നും ഫണ്ട് കിട്ടുന്നതിന് തടസ്സമാവും എന്ന് ചിലർ ആശങ്കപ്പെടുന്നു. ആ കേന്ദ്ര സമീപനത്തെയാണ് എതിർക്കേണ്ടത്. കേന്ദ്രം ഫണ്ട് തന്നില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഇവിടെ ആളുകൾ അതിദരിദ്രരായി തന്നെ കഴിയട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കുകയാണോ ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ കൈവരിച്ച ജീവിത നിലവാരത്തിലൊക്കെ കൈവരിച്ച പുരോഗതിയുടെ പേരിൽ കേരളത്തിന് ഫണ്ട് വെട്ടിച്ചുരുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഇത്ര മതി, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വെട്ടിച്ചുരുക്കും എന്ന് കരുതി നിലപാട് സ്വീകരിക്കുകയാണോ ചെയ്യേണ്ടതോ, അതോ കേന്ദ്രത്തിൻ്റെ തെറ്റായ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഈ പറയുന്ന ആളുകൾ കേന്ദ്ര നിലപാടിനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. തിരുത്തേണ്ടത് കേന്ദ്രമാണ്, നമ്മളല്ല. ശരി, വളരെയധികം നന്ദി മിനിസ്റ്റർ. എന്തായാലും ഇതൊരു തുടർ പ്രക്രിയയാകട്ടെ. 2021 അടിസ്ഥാന രേഖ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. തുടർ പ്രക്രിയയാവട്ടെ, കൂടുതൽ ആളുകളെ ഇതിൽ നിന്ന് മുക്തമാക്കേണ്ടുന്ന ഉത്തരവാദിത്വം സർക്കാർ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൂടി കേൾക്കാം നമുക്ക്. സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്, ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. എന്ത് മാനദണ്ഡത്തിൻ്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല. മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, എന്തുകൊണ്ടാണ് സർക്കാരിൻ്റെ ഇതൊരു കള്ളക്കണക്കാണ് എന്ന് പ്രതിപക്ഷത്തിന് തോന്നുന്നത്? മാധു, ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ വന്നതും കണ്ടു, ഇപ്പോൾ നമ്മളുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം പറയുന്നതും കണ്ടു. എനിക്ക് മനസ്സിലാകാത്തത്, കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള മന്ത്രി MP രാജേഷ് ഈ അതിദരിദ്രരെ നിർവചിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താ? ഈ ലോകത്താകമാനം UN-ൻ്റെയും അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നീതി ആയോഗിൻ്റെയും ഒക്കെ, അതായത് ഇത്തരത്തിലുള്ള റെപ്യൂട്ടഡ് സംവിധാനങ്ങളുടെയൊക്കെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണോ കേരളത്തിലെ ഈ സംസ്ഥാന സർക്കാർ അതിദരിദ്രരെ ഒക്കെ വരുന്നുണ്ട്, അതിദരിദ്രരെ ഡിഫൈൻ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ സംശയത്തിന് കാരണം, ഞാൻ അദ്ദേഹത്തെ പോലെ ഒന്നും അത്ര അറിവില്ലെങ്കിലും ഈ മേഖലയിൽ ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് ഇവർ പറയുന്ന ഈ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇവർ പറയുന്ന എണ്ണം വിശ്വസിക്കാനേ വഴിയുള്ളൂ. അപ്പോൾ പോലും ഇന്ന് കേരളത്തിൽ, ഇന്നൊരു ദൃശ്യമാധ്യമത്തിൽ വന്ന വാർത്ത പ്രകാരം ഇന്ന് കേരളത്തിൽ കോഴിക്കോട് കോടഞ്ചേരിയിലെ വട്ടച്ചിറയിലെ പണിയ ഉന്നതിയിലെ ബിന്ദു
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ സർക്കാർ വീട് കൊടുക്കുമെന്നുള്ളത് വിശ്വസിച്ച് ഉള്ള വീട് പൊളിച്ച് കളഞ്ഞ് ടാർപോളിൻ ഷീറ്റ് വിരിച്ച് കിടക്കുന്ന ഒരു കൂരയ്ക്കകത്ത് കിടക്കുക. അവർക്ക് ജീവിക്കാൻ ഒരു വകയും ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. മകളെ മറ്റൊരു വീട്ടിൽ നിർത്തി പഠിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള 10,000-കണക്കിന് മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ കുറേ കാലം മുമ്പ് കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ പുതിയതായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞ് അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞു പി രാജീവ്. അതിനുശേഷം കേരളം വലിയ രീതിയിൽ വ്യവസായ സൗഹൃദമായി എന്നൊക്കെ ഇവർ അവകാശപ്പെട്ടു. പക്ഷേ ആ സംരംഭങ്ങളുടെ എണ്ണം പഞ്ചായത്ത് തിരിച്ച് മുനിസിപ്പാലിറ്റി തിരിച്ച് എത്ര എണ്ണം എന്നുള്ളത് ഇതേവരെ നമ്മുടെ മുമ്പിലില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്കറിയാമായിരുന്നു എൻ്റെ പഞ്ചായത്തിൽ എത്ര സംരംഭം വന്നു എന്ന് എനിക്കറിയാൻ പറ്റുമായിരുന്നു. ഇത് കേരളത്തിലെമ്പാടും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ പ്രത്യേകിച്ച് നടക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ഈ ഡാറ്റ കുക്ക് അപ്പ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ ഫാമിലി ഹെൽത്ത് സർവേയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലയാളിയായിട്ടുള്ള ജെയിംസിനെ പോലുള്ള ആളുകൾക്ക് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഡാറ്റ കുക്കപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ എന്തോ വലിയതായിട്ടുള്ള മാറ്റം നടത്തിയെന്ന് അവകാശപ്പെടുന്നത് അത് തെറ്റിദ്ധാരണജനകമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ അതിദരിദ്ര എണ്ണം ഇല്ലാതാക്കപ്പെടുകയും അവരെല്ലാവരും ജീവിതത്തിൽ കുറെ കൂടി തെളിച്ചമുള്ള ജീവിത സാഹചര്യത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു സാഹചര്യമാണ്. അതിലൊന്നും ഒരു തർക്കമല്ല. അവരങ്ങനെ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, നമ്മുടെ ജനപ്രതിനിധികളുടെ, നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്വം. പക്ഷേ അത് ചെയ്യുന്നതിന് കള്ളത്തരങ്ങളും ഇതുപോലെയുള്ള വ്യാജ അവകാശവാദങ്ങളും ഉന്നയിക്കാൻ പാടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൃത്യം 1 മാസം മുമ്പ് കേരള നിയമസഭയ്ക്കകത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മന്ത്രി, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GRN പി മമ്മിക്കുട്ടിക്ക് കൊടുത്തൊരു മറുപടിയുണ്ട്. അത് പ്രകാരം കേരളത്തിൽ 5,91,194 AAY കാർഡ് ഉണ്ടെന്നാണ്, നിലവിലുണ്ടെന്നാണ് പറയുന്നത്. 5,95,800 കാർഡുകൾ അനുവദിച്ചതിൽ 5,91,114 കാർഡ് ഉടമകൾ ഉണ്ടെന്നാണ്. അതായത് അത്രയും കുടുംബങ്ങൾ അന്ത്യോദയ അന്ന യോജനയുടെ ഗുണഭോക്താക്കളായിട്ട് ഈ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ നാളെ പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഇത്തരം കുടുംബങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കപ്പെടുമില്ലേ എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ കാരണം ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രത്തോട് നമുക്ക് പറയാൻ പറ്റുമോ, നീതി ആയോഗിനോട് നമുക്ക് പറയാൻ പറ്റുമോ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നവരല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ കേവലം 64,004 പേര് മാത്രമാണ്, അത്രയും ആളുകൾ മാത്രമാണ്. ബാക്കിയുള്ള അതിദരിദ്രർ വേറെ തരത്തിലുള്ള അതിദരിദ്രരാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, CPM-ന്റെ തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് 4.5 ലക്ഷത്തോളം അതിദരിദ്രരുണ്ടെന്നാണ്. ഈ പരമദരിദ്രരായിട്ടുള്ള മനുഷ്യർ, അത്രയും ആളുകളെ അതിൽ നിന്ന് കൈപിടിച്ച് കയറ്റുമെന്ന് പറയുന്നു. ഈ പരമദരിദ്രർ, അതിദരിദ്രർ, ദരിദ്രരിൽ ദരിദ്രർ എന്നൊക്കെ പറഞ്ഞ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ എണ്ണം കുറച്ച് കാണിച്ചുകൊണ്ട് ഈ പറഞ്ഞ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് വലിയ നടന്മാരെ കൊണ്ടുവരുന്നു, ആ പ്രചരണം നടത്തുന്നു. ഇത് സർക്കാരിൻ്റെ നേട്ടമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. സർക്കാരിൻ്റെ നേട്ടമായിട്ട് പ്രഖ്യാപിക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടുള്ള ഡാറ്റകൾ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം ഇതെല്ലാം സാങ്കേതികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളല്ലേ. സാങ്കേതികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാകുമ്പോൾ സാങ്കേതികമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം. എങ്ങനെയാണ് ഇവർ ഈ അതിദരിദ്രരായിട്ടുള്ള 64,004 പേരെ അല്ലെ 64,004 പേരെ കണ്ടെത്തിയത് എന്നുള്ള ഒരു കണക്ക് പറയണമല്ലോ. എങ്ങനെയാണ് കണ്ടെത്തിയത്? അപ്പോൾ ബാക്കി ആളുകൾ എന്തുകൊണ്ട് ഇതിൽ പെടാതെ പോയി? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോടഞ്ചിറ, വട്ടച്ചിറ, പണിയ കോളനിയിലെ പണിയ ഉന്നതി എന്ന് പറയണമല്ലോ, ഉന്നതിയിലെ ബിന്ദുവിനെ പോലുള്ളവർ എങ്ങനെ ഇതിൽ പെടാതെ പോയി? അതും കൂടി പറയണമല്ലോ. ഈ സർക്കാർ എല്ലാവിധ പഴുതുമടച്ചിട്ടുള്ള ഒരു സർവേയാണ് നടത്തിയത്, പല ഘട്ടങ്ങളായിട്ടുള്ള ഡാറ്റ വിശകലനമാണ് നടത്തിയത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പറയേണ്ടതാണ്. പറയുന്ന അന്ത്യോദയ അന്ന യോജന പ്രകാരം ഇന്ത്യയിൽ 82 കോടി മനുഷ്യർക്ക് സൗജന്യ റേഷൻ നൽകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു 140 കോടി ജനസംഖ്യയിൽ 82 കോടി എന്ന് പറയുന്നത് അതിദരിദ്രരുടെ വിഭാഗമല്ല എന്നുള്ളത് ഉണ്ട്. അപ്പോൾ അതൊരു അടിസ്ഥാനപരമായ കണക്കെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും അങ്ങ് ചോദിച്ച ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് എന്താണ് മാനദണ്ഡം എന്നുള്ളതാണ്. കാരണം ഓരോ ഏജൻസിക്ക്, ഇപ്പോൾ UN-ന്റെ മറ്റൊരു ഏജൻസിയാണ്, മറ്റൊരു മാനദണ്ഡമാണ്, നീതി ആയോഗിന് മറ്റൊരു മാനദണ്ഡമാണ്, അങ്ങനെ പലതുമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2021 നീതി ആയോഗിന്റെ സർവേ അനുസരിച്ച് കേരളം ആണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയാണ് ഒട്ടും ദരിദ്രരില്ലാത്ത ജില്ല എന്ന നിലയ്ക്ക് പറയാൻ കഴിയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ 64,000
64,006 കുടുംബങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ ഈ പട്ടികയിൽ ഈ പദ്ധതി പ്രകാരം സഹായം കിട്ടിയ ആളുകളാണ്. അവരെന്തായാലും സമ്പന്നന്മാരായതുകൊണ്ടല്ലോ. അപ്പോൾ ഒരു ചുവടുവെപ്പ് എന്ന നിലയ്ക്ക് ആണ് സർക്കാർ അത് എടുക്കുന്നത് എങ്കിൽ അതും നല്ലതല്ലേ എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് വെക്കുന്നു. പക്ഷേ വിമർശനങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായും ആ കണക്ക് സുതാര്യമാകേണ്ടതും അത് ജനങ്ങളെയും മറ്റുള്ളവരെയും ബോധിപ്പിക്കേണ്ടതുമൊക്കെ സർക്കാർ തന്നെയാണ്. നാളെ എന്താണ് പ്രഖ്യാപിക്കുക എന്നതുകൂടി നമുക്ക് നോക്കുകയും ചെയ്യാം. ശ്രീ ജോസഫ് സി മാത്യു, ഇത് സതുദ്ദേശപരമായ ഒരു സമീപനമല്ല. ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അങ്ങടക്കം ഉള്ളവരുടെ പങ്കാളിത്തത്തോടെ പുറത്തു വന്ന കത്ത് എന്നുള്ളതാണ് മന്ത്രി ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം. എന്തുകൊണ്ടാണ് ഇത്രയും കാലം സർക്കാർ ഇതൊന്നും രഹസ്യമാക്കി വെച്ചതല്ലോ? എന്തുകൊണ്ടാണ് ഇത്രയും കാലം അതിനെക്കുറിച്ച് അറിയാത്തത്? ഒരു സംശയവുമില്ലാത്തത്, ഒരു ചോദ്യങ്ങളും ഇല്ലാതിരുന്നത്? പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ അത്തരം വിമർശനങ്ങളും ചോദ്യവും ഉയരുന്നത് അത് സതുദ്ദേശപരമല്ല, രാഷ്ട്രീയമാണ് എന്നുള്ള വിമർശനങ്ങളോടുള്ള മറുപടി എന്താണ്? മാധു, ബഹുമാനപ്പെട്ട ശ്രീ എം പി രാജേഷിൻ്റേത് ഒരു എന്താണ് അത്രയും ധാർഷ്ട്യം അദ്ദേഹത്തിന് വേണോ എന്നൊരു സുഹൃത്തെന്നുള്ള നിലയിലും കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇത് പ്രഖ്യാപനം നടത്തുകയാണിപ്പോൾ, ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് സർക്കാർ പറയുകയാണ്. നേരത്തെ തന്നെ വിമർശനങ്ങളുണ്ട്, അത് വേറെ ഒന്ന്. ഇത് ഒട്ടും സതുദ്ദേശപരമല്ല. ഇത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവസാനത്തെ അടുത്ത ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കാനുള്ള ഒരു PR എക്സസൈസിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ പദ്ധതിയുമല്ല. ഒന്നാമത് ഈ പട്ടിണിയെ, ദാരിദ്ര്യത്തെ നമ്മൾ ഈ അതിദരിദ്രർ അല്ലാത്തത് അതിൻ്റെ ഒരു അളവുകോൽ എന്താണെന്ന് ഈ നേരത്തെയൊക്കെ ചെയ്തതുപോലെയുള്ള ഈ തീവ്രത അളക്കുന്ന എന്തെങ്കിലും ഉപകരണങ്ങൾ ഇവരുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു ഇടതുപക്ഷ പദ്ധതിയേ അല്ല. ഇവിടെ അതിനൊരു സാഹചര്യമുണ്ട്, അത് ഞാൻ പറയാം. ഇവിടെ നേരത്തെ തന്നെ ഗവൺമെൻറ് ഉത്തരവിലൂടെ 8/7/2022 ഗവൺമെൻറ് ഉത്തരവിലൂടെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ ഇത് UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് SDG പ്രകാരം ഉള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളത് ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. UN-ന്റെ പദ്ധതി പ്രകാരമാണെങ്കിൽ അവരിപ്പോൾ പറയുന്ന മാനദണ്ഡം $2.66 പെർ ഡേ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 235 രൂപ നമ്മുടെ ഇപ്പോഴത്തെ വിനിമയ കണക്കനുസരിച്ച് വരും. നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ 0.55% അതിദരിദ്രരാണെന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ കണക്കനുസരിച്ച് ഇപ്പോൾ വന്നപ്പോൾ 0.2% അത് കുറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ത് മാനദണ്ഡം എന്നുള്ളത് ഇപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതിൽ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയും എത്താത്ത ദരിദ്രരെയാണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1000 രൂപ സർക്കാർ ഒരു മാസം കൊടുത്താൽ ഒരു ദിവസം 33 രൂപ കിട്ടുന്നവരൊന്നും അതിദരിദ്രരല്ല എന്നാണ് അവർ പറയുന്നത്. 2 ചായ കാലിച്ചായ കുടിക്കാം, അല്ലെ 1.5 കാപ്പി കുടിക്കാം. ഇതാണ് സർക്കാരിൻ്റെ മാനദണ്ഡമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് അവർക്ക് ചായ കുടിക്കാൻ പണം കൊടുക്കുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഇവരിത് പറയുകയാണ്. ഇതിൽ 3500ഓളം വീടുകൾ കൊടുത്തു. ഈ 64,000-ൽ 3500ഓളം വീടുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. കേരളത്തിൽ വീടുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇതുപോലെ വീടുകളില്ലാതെ പാർപ്പിടമില്ലാത്തവർക്കാണ്. ലൈഫ് മിഷനിൽ ഇനി ഒരു നീണ്ട അപേക്ഷ കാത്തു നിൽപ്പുണ്ട്. ലൈഫ് മിഷന്റെ അപേക്ഷ സ്വീകരിക്കാത്തത് കൊണ്ട് അപേക്ഷ സ്വീകരിക്കുന്ന ഘട്ടമാകുമ്പോൾ കൊടുക്കാൻ നിൽക്കുന്നവരും കാത്തു നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഗവൺമെന്റ് മറച്ചു വെക്കുന്ന കാര്യമല്ല. 28 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് ഈ പറഞ്ഞതുപോലെ റേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക, ഇതൊക്കെ പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലെ അതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് അതിനെയൊക്കെ വിമർശിച്ചവരാണ്, നമ്മളെല്ലാവരും വിമർശിച്ചതാണ്. അങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിലൂടെ ഇവരെല്ലാം ഫൈനാൻഷ്യലി ഇൻക്ലൂഡഡ് ആയി എന്ന് പറയുന്ന ഒരു പുതിയ കഥയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ വീട്ടിലും ആധാർ കാർഡ് ഇല്ലാത്തവരും റേഷൻ കാർഡ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ദരിദ്രരോ ഒന്നുമല്ല. അപ്പോൾ ഈ ദരിദ്രർക്കുള്ള മാനദണ്ഡമായിട്ട് ഇതിനെ കാണുന്നത് അതല്ല മാനദണ്ഡം. അപ്പോൾ ഈ 64,000 പേരുടെ ലിസ്റ്റ് നമ്മുടെ പരിസരത്തെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവരതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവരാണോ എന്നുള്ളത്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് റേഷൻ എത്തിച്ചാലും പാചകം ചെയ്യാൻ കഴിയാത്തവർ, പിന്നെ HIV ബാധിക്കപ്പെട്ട് ഐസൊലേറ്റ് ചെയ്യപ്പെട്ടവർ, അങ്ങനെ പറയുന്ന അവിടെയാണ് ഈ കത്തിലൂടെ ഇവർ പ്രമുഖരായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഉൾപ്പെടെ ഞങ്ങളെപ്പോലുള്ളവരും അതിലുണ്ടെന്നുള്ളത് ശരിയാണ്. അവർക്കൊക്കെ
ഇതൊന്ന് വായിച്ചു നോക്കണ്ടേ എന്നൊക്കെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ചോദിക്കുന്നത്. ആ പേരുകൾ അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് അവരെ അഗതികളെ പരിപാലിക്കുന്നതാണോ എന്ന് ചോദിച്ചത്. അവിടെ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ഞാനിവിടുത്തെ സാധാരണ ജനങ്ങൾ, ഇത് കേൾക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ രാത്രി 10 മണിയാകുമ്പോൾ നമ്മുടെ പ്രദേശത്തൂടെ ഇറങ്ങി ഈ കടത്തിണ്ണകളിൽ കിടക്കുന്നവരെ ഒന്ന് കാണണം. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ നിങ്ങളുടെ ക്യാമറ ഇന്ന് രാത്രിയിൽ ഒന്ന് ഓടിച്ചിട്ട് ആ കടത്തിണ്ണയിൽ കിടക്കുന്നവരെ ഒന്ന് കാണിച്ചു കൊടുക്കാമോ? ഇവരെ ഏത് ഗണത്തിൽപ്പെടുത്തും? മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ 2 മണിക്ക് കൊടുക്കുന്ന ഊണിന് വേണ്ടി 10:30 മുതൽ ക്യൂ നിൽക്കുന്നവരെ, ഞാൻ അവിടുന്ന് ആഹാരം കിട്ടിയാൽ നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ചല്ല പറയും. ഈ 4 മണിക്കൂർ ഇതിനു വേണ്ടി ക്യൂ നിൽക്കുന്നവരെ, അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആണ് ഇതിലേക്ക് നയിക്കുന്നതെന്നും, കാര്യം ഇങ്ങനെ അല്ലാത്തവർ പോലും അതിലേക്ക് വഴുതി വീഴുകയാണ് വീട്ടിലൊരു അസുഖം വരുമ്പോഴത്തേക്ക്. അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആണെന്നും അതിന് പരിഹാരം കാണണമെന്നും പോവർട്ടി റീപ്രൊഡ്യൂസസ് പോവർട്ടി എന്നോ അങ്ങനെയൊക്കെ അവർ അത് വിശദമായി പറയുന്നുണ്ട്. ആ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് 59.1% എന്നാണ് പറയുന്നത് കേരളത്തിലെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇത് ഈ പ്രഖ്യാപനം ഇപ്പം 4000 ചില്ലാനോ ആൾക്കാർ പേര് മരണപ്പെട്ടു, 236 നോമാഡിക് ഫാമിലി ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ പ്രഖ്യാപനം എന്തിൻ്റെ തുടർച്ചയാണെന്ന് പറയാം. നേരത്തെ ചോദിച്ചില്ലേ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, ഉത്തർപ്രദേശിലും ഇവിടുത്തെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഇന്ത്യ എക്സ്ട്രീംലി പോവർട്ടിയെ അതിജീവിച്ചു എന്നാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ മാത്രമല്ല വിദേശത്തുള്ള പല ഏജൻസികളും നടത്തുന്ന ലോകബാങ്കിന്റെ കണക്ക് അനുസരിച്ച് 27% നിന്ന് 5% എത്തി എന്നുള്ളതാണ് ഇന്ത്യയുടെ അവകാശം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അല്ല ഒരു വാചകം കൂടെ പറയട്ടെ. ആനുപാതികമായിട്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, ഈ കണക്ക് ശരിയാണെങ്കിൽ വേൾഡ് ബാങ്കിന്റെ മറ്റ് പല റിപ്പോർട്ടുണ്ട്, ഞാൻ പിന്നീട് സമയം കിട്ടിയാൽ പറയാം, അതിലേക്ക് നയിച്ച ആനുപാതികമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൈവരിച്ച പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും കൂടിയാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. ആ കണക്ക് ശരിയാണെങ്കിൽ ആ കണക്കും വിശ്വസനീയമല്ല, ഒരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. പക്ഷേ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ഇന്നീക്വാളിറ്റിയുടെ മധ്യത്തിൽ ഇങ്ങനെ ചില കണക്കുകൾ, ചില ജിനി കോയിഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് മുഴുവൻ അതിജീവിക്കപ്പെട്ടു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 2020 ട്രംപ് വന്നപ്പോൾ ഗുജറാത്തിൽ കെട്ടിയ ഒരു വലിയ വോളുണ്ട് സ്ലമ്മിനെ മറയ്ക്കാൻ. നാളെ സർക്കാർ ഇവിടെ ചെയ്യുന്നത്, 3 പ്രഗത്ഭ നടന്മാരുൾപ്പെടെ ചെയ്യുന്നത്, ഒരു വെർച്വലായിട്ടൊരു മതില് കെട്ടുകയാണ്. ഇവിടുത്തെ ചില യാഥാർത്ഥ്യങ്ങൾ മറയ്ക്കാനുള്ള മതില് കെട്ടാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് നമ്മളെ സ്വയം കബളിപ്പിക്കലാണ്. അതുകൊണ്ട് ഈ പ്രഖ്യാപനത്തെ ജനങ്ങൾ ഒന്നായി എതിർക്കണം. അതാണ് വിമർശനം. എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. നാളെ സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നതേയുള്ളൂ. അതിന്റെ എത്രത്തോളമാണ് സർക്കാരിന്റെ അവകാശവാദം മുന്നോട്ട് വെക്കുക എന്നുള്ളതടക്കം നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, 64,000 കുടുംബങ്ങൾ അവർക്ക് കരകയറാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ചുവടുവെപ്പ് അത് എവിടെ നിന്നാണ്? 2021 നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് ഏറ്റവും മികച്ച പോയിന്റിൽ നിൽക്കുന്ന ഇടത്തു നിന്ന് പിന്നെയും നമ്മൾ 64,000 കുടുംബങ്ങൾക്ക് ഒരു മുന്നോട്ടു പോക്കിന് വഴിയൊരുക്കിയിരിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി പ്രത്യാശ നൽകുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. എന്നുള്ള ഒരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത്. ഞാൻ മറ്റ് 2 അതിഥികളിലേക്കും വരാൻ ഏറെ വൈകി. ഒരിടവേള എടുത്ത് തിരിച്ചു വരാം. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് ശ്രീ ഉല്ലാസ് ബാബു, BJPയുടെ അവകാശവാദത്തെക്കുറിച്ച് എന്തു പറയാൻ എന്നുള്ളതാണ് MP രാജേഷ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് അച്ചീവ് ചെയ്യാമായിരുന്നല്ലോ, കുറച്ചുകൂടി ക്രെഡിറ്റ് വാങ്ങാമായിരുന്നല്ലോ എന്ന്. അല്ല, ശ്രീ ബഹുമാനായിട്ടുള്ള കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഒരു കാര്യം ആദ്യം അത് ചോദിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തിയത്? എന്തടിസ്ഥാനത്തിലായിരുന്നു അവർക്ക് കൊടുക്കുന്ന പൈസ വെട്ടിക്കുറച്ചത് എന്നൊന്ന് ചോദിക്കണമായിരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ 1ാം പ്രതിയാണ് കേരളത്തിലെ ആ വകുപ്പ് മന്ത്രി എന്ന് പറയപ്പെടുന്നത്. അത് മധു വിട്ടുപോയി എന്നുള്ളത് ഇനി ഒരു ദിവസം കാണുന്ന സമയത്തൊന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണമെന്നൊരു അപേക്ഷ വെക്കുന്നു. രണ്ടാമത്തെ കാര്യം, BJPയോട് എന്ത് മറുപടി പറയാനാണ്? കാര്യം കൃത്യമല്ലേ, ഇവരുടെ തന്നെ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ CPIയുടെ മന്ത്രിയായിട്ടുള്ള GR അനിലാണല്ലോ മമ്മിക്കുട്ടിയുടെ ചോദ്യത്തിന് 2333 എന്ന് പറയപ്പെടുന്ന നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യത്തിന് സെപ്റ്റംബർ 30-ാം തീയതി ചോദിച്ച ചോദ്യമല്ലേ, AAY കാർഡുകളുള്ള എത്ര പേരുണ്ട്? അതിൽ വേറെ അപകടമൊന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് അതിദാരിദ്രരായിട്ടുള്ള 5,91,000 പേരോളം ഉണ്ട്, അല്ലെങ്കിൽ 5.9 സംതിങ് ആളുകളുണ്ട്.
അതിൽ പാലക്കാട് ജില്ലയും ഷൊർണൂർ ജില്ലയും മൂപ്പര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇനി പുതിയ ആളുകൾക്ക് കാർഡ് എടുക്കാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കേണ്ട കാര്യങ്ങൾ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ കാര്യങ്ങൾ നടന്നു പോകുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ഇത് കിലയിൽ ഒരു ട്രെയിനിങ് നടക്കുന്നു. ആ ട്രെയിനിൽ ഇവരുടെ തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ടിരുത്തുന്നു, ഇവരൊരു മാനദണ്ഡം സൃഷ്ടിക്കുന്നു. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെയുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. ആ പദ്ധതി പ്രകാരം ഇത് കുറവാക്കി കാണിക്കുന്നു. ഇതിനകത്ത് രാഷ്ട്രീയം നിർത്തുക, ഇടതുപക്ഷം വലതുപക്ഷം BJP എന്നത് ദാരിദ്ര്യത്തിന് ജാതിയും മതവും രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, നാളത്തെ ഒരു PR ഗിമ്മിക്കിന് വേണ്ടിയിട്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന ഒരു അർഹതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്തിനു നിർത്തലാക്കി എന്നുള്ളത്. നാളെ ഇവർക്ക് 1-ാം തീയതി പ്രസംഗിച്ചിട്ട് വലിയ കയ്യടി മേടിച്ചിട്ട് ആരാ മോൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് പോയാൽ മതി. പക്ഷേ ഇത് ഇവർ കണക്കാക്കി വെക്കുന്ന സമയത്ത്, രേഖയാക്കി വെക്കുന്ന സമയത്ത് അത് മാനദണ്ഡങ്ങൾ എന്ന് പറയപ്പെടുന്ന എല്ലായിടത്തും ബാധകമാണല്ലോ. കേന്ദ്രത്തിനും ബാധകമാണല്ലോ, കേരളത്തിനും ബാധകമാണല്ലോ. അപ്പോൾ ഈ മാനദണ്ഡത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 35 ലക്ഷത്തോളം പേർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ 6 ലക്ഷം പേർക്ക് കൊടുക്കുന്ന 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഇല്ലാതായി പോവില്ലേ മാധു? അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഇവരുടെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് സാധാരണക്കാരൻ്റെ അന്നം മുടുക്കണമെന്നാണ്, ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് നിന്ന് കൊടുക്കേണ്ടി വരികയാണ് പാവപ്പെട്ടവൻ്റെ ജീവിതാവസ്ഥ എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷത്തിനോടുള്ള ഏറ്റവും വലിയ വിരോധം എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട എത്ര ലക്ഷം പേരുണ്ട് മാധു? കൃത്യമായി ഒന്ന് നോക്കി നോക്കൂ. 6 ലക്ഷത്തോളം പേര് അതിൽ വരുന്നുണ്ട്. അതിൽ തന്നെ പ്രതിസന്ധിയിൽ അനുഭവിക്കപ്പെടുന്ന 1.25 ലക്ഷത്തോളം പേര് വരുന്നുണ്ട്. ഇവരുടെ തന്നെ കണക്കാണ്. ഇപ്പോൾ അതിൽ 6000-ഓളം പേര് മാത്രമാണ് ഇതിൽ പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മറ്റുള്ളവരെങ്ങനെയാണ് അതിൽ തരംതിരിക്കപ്പെടുന്നത്? ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം, അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പാചകം ചെയ്യാൻ പറ്റുന്നില്ല, ആ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഇന്നും പ്രതിസന്ധി നേരിടുന്ന നിരവധി ആളുകളുണ്ട് മാധു. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിസന്ധി ഒന്നല്ല. കുടിക്കാനില്ലാതെ, കിടക്കാൻ സാധിക്കാതെ, ഉണ്ണാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവരെത്താൻ ഇവർ തയ്യാറുമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം 9.5 വർഷക്കാലം ഉണ്ടായിട്ട് ഇപ്പോൾ ഇവർ കാണിക്കുന്ന ഈ രാഷ്ട്രീയ തട്ടിപ്പിൻ്റെ ഇരയാകുന്നത് പ്രതിസന്ധി അനുഭവിക്കുന്ന പാവപ്പെട്ടവരാണ്. അവരുടെ വിശപ്പിനെയാണ് നാളെ ഇവർ വിൽക്കാൻ പോകുന്നത്, ഇവരുടെ PR വർക്കിന് വേണ്ടിയിട്ട്. ആ വിശപ്പിനെ വിറ്റ് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് കടയടച്ച് പോയാൽ മതി 3 മാസം കഴിയുമ്പോൾ. പക്ഷേ ആ പാവപ്പെട്ടവർ ജീവിതകാലം മുഴുവൻ പ്രതിസന്ധിയിലേക്ക് പോകണമെന്ന് പറയുന്നിടത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൽ BJPയുടെ ഉത്തരം പറയാൻ സാധിക്കില്ല. അത് UP-യിലേക്ക് അല്ലെങ്കിൽ രാജസ്ഥാനിലോ മറ്റു എല്ലാ പ്രദേശങ്ങളും നോക്കിയുള്ളൂ എത്ര കോടി ജനങ്ങൾ അതിൽ നിന്ന് മുക്തി നേടി എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം, വിവിധ കണക്കുകളെ ഉന്നയിക്കാം. പക്ഷെ ഇവിടെ കണക്കുകളല്ലല്ലോ, യാഥാർത്ഥ്യങ്ങളല്ലേ ആവശ്യം. ഈ കേരളത്തിൽ ഇന്നിവർ കാണിക്കുന്നത് പരിപൂർണമായി രാഷ്ട്രീയമാകാം, പക്ഷെ രാഷ്ട്രീയ തട്ടിപ്പിന് വേണ്ടി പാവപ്പെട്ടവന്റെ വയറിനെ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. ആദ്യഘട്ടമായതുകൊണ്ടും മിനിസ്റ്റർ അടുത്തേക്ക് പോയതിൽ ഏറെ സമയമുള്ളത് കൊണ്ടാണ് ഞാൻ ആരോടും ഉപചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. എല്ലാ അതിഥികളിലേക്കും ഇതുവരെ എത്താനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീ KJ ജേക്കബ്, ഇതിപ്പോൾ ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ മമ്മിക്കുട്ടിക്ക് നൽകിയ നിയമസഭാ രേഖയിൽ കാർഡ് ഹോൾഡേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതിദരിദ്രരുടെ കാർഡ് സ്വന്തമായിട്ടുള്ള എത്ര ആളുകൾ എന്ന ചോദ്യത്തിനാണ് ഈ 5 ലക്ഷം എന്ന് പറയുന്നത്. മിനിസ്റ്റർ നമ്മുടെ ചർച്ചയിൽ തന്നെ ഇരുന്നു പറഞ്ഞത്, ഒരു പേപ്പറിലും ജീവിക്കാത്ത മനുഷ്യർ, ഈ അതിദരിദ്രർക്കുള്ള റേഷൻ കാർഡ് പോലും സ്വന്തമില്ലാത്ത മനുഷ്യർ, അത്രമേറെ അവകാശ ലംഘനങ്ങളുള്ള, അവനവൻ്റെ അവകാശം എന്താണെന്ന് പോലും അറിയാത്ത മനുഷ്യർ, അവരെയും കൂടി തേടിയെത്തുക എന്ന് പറയുന്ന ഒരു ശ്രമമാണ് ഉണ്ടാകുന്നത്. എത്ര മനുഷ്യർ വഴിയരികിൽ കിടക്കുന്നവരുടെ അടുത്തേക്ക് നമ്മളാൽ ചിലർ ചെല്ലുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. 4 ലക്ഷം പേർക്ക് അങ്ങനെ ഒരു ചോദ്യത്തിനുള്ള തയ്യാറെടുപ്പ്, ഒരു പരിശീലനം സർക്കാർ നൽകി എന്ന് പറയുന്നത് ഇടത്ത് വെച്ചാണ് ഈ പ്രോസസ്സ് തന്നെ തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ശരി, പോകട്ടെ. നീതി ആയോഗിന്റെ കണക്കിൽ 2021 കണക്കിൽ നമ്മൾ 1-ാമതാണ്. അത് നമ്മുടെ ഗിമ്മിക്ക് കണ്ടിട്ട്, സർക്കാരിന്റെ PR എക്സസൈസ് കണ്ടിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നീതി ആയോഗ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഈ കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം ലഭ്യമാകില്ല എന്നുള്ളതാണ്. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2 ആയിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് APL, ഒന്ന് BPL എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് വരുന്നു എന്നില്ലല്ലോ. ഏറ്റവും അടിസ്ഥാനപരമായി അഡ്രസ്സ് ചെയ്യേണ്ട 64,000 കുടുംബങ്ങളെ അഡ്രസ്സ് ചെയ്തു, അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നൊരു ഇനീഷ്യേറ്റീവ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ വിമർശനം ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ. കേരളത്തിൽ അത് സ്വാഭാവികമാണ്, അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ കാലത്തെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്, നീതി ആയോഗിന്റെ കണക്കിലെ 1% താഴെയുള്ള മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് അഡ്രസ്സ് ചെയ്യാൻ ഒരു സംസ്ഥാന സർക്കാർ 4 വർഷം മുമ്പ് തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപായുള്ള
തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേക്ക് കരുതി വെച്ച ഒരു PR എക്സസൈസ് ആണോ? മാധു, ഇത് BJP നേതാവിൻ്റെ കണക്കിൻ്റെ റെഫറൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ മന്ത്രി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. 5 ലക്ഷം കാർഡുണ്ട് എങ്കിൽ നമ്മളത് കണക്കാക്കേണ്ടത് ഇന്ത്യയിൽ ഇന്ന് 81 കോടി മനുഷ്യർക്ക് കേന്ദ്ര സർക്കാർ അന്ത്യോദയ പദ്ധതി പ്രകാരം ഭക്ഷണധാന്യം കൊടുക്കുന്നുണ്ട്. അതിൽ 5 ലക്ഷം മനുഷ്യരാണെന്ന് കണക്കാക്കിയാൽ മതി. ആ 5 ലക്ഷം മനുഷ്യർ ഇതിനകത്ത് വരുന്നില്ല. അതല്ലേ മന്ത്രി പറഞ്ഞത്. അതായത് അവരവരുടെ അവകാശ രേഖകൾ പോലും ഇല്ലാത്ത മനുഷ്യർ, ഇതിൻ്റെ അകത്ത് പോലും വരാത്ത മനുഷ്യർ. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ BJP നേതാവ് ചെന്നിട്ട് ഈ 5 ലക്ഷം മലയാളികൾക്ക് ഇനി കൊടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പം PM ശ്രീയുടെ പദ്ധതി സൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് SSIയുടെ ഫണ്ട് തടഞ്ഞു വെച്ചത് ഇന്നിപ്പം പത്രത്തിൽ വാർത്തയുണ്ട്. എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ഇതിൽ വരാത്ത ഈ റേഷൻ കാർഡ് ഇല്ലാത്ത മനുഷ്യരെ പോയി തപ്പിപ്പിടിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഒരു പദ്ധതി ഉണ്ടായിക്കഴിഞ്ഞപ്പം എന്നാൽ പിന്നെ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കാവുന്നതാണ്. എനിക്കൊന്ന് കണ്ടിട്ട് അതിനുള്ള ലക്ഷണം ഉണ്ട് താനും. ഇതാണ് ഈ പദ്ധതിയെക്കുറിച്ചുള്ള വിമർശനത്തിൻ്റെ പ്രശ്നം. ശ്രീ ജോസഫ് സി മാത്യുവിനെ പോലുള്ള ഒരാൾ വന്നിരുന്നുകൊണ്ട് ഇതൊരു PR എക്സർസൈസ് ആണെന്ന് പറയുന്നതിൽ ഒരു മര്യാദകേടുണ്ട്. കാരണം ഇത് നിങ്ങൾക്ക് പിണറായി വിജയന് ഇഷ്ടമില്ല എന്ന് തന്നെ കണക്കാക്കുക, അയാൾ RSSകാരനാണെന്ന് കണക്കാക്കുക. പക്ഷേ അയാളുടെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും നിങ്ങളുടെ നാട്ടിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ എടുത്ത കാര്യങ്ങളുമില്ല. അവർ കഴിഞ്ഞ 4 വർഷം ചെയ്ത പണികളില്ലേ? ഇപ്പം നിങ്ങൾ PhD കൊടുക്കുന്നില്ല. നിങ്ങളുടെ ഗവേഷണം ജോസഫ് സി മാത്യു അടക്കമുള്ള ഗവേഷണ വിദഗ്ധന്മാരെടുത്ത് രാവിലെ പറഞ്ഞു ഇത് നമുക്കറിയാവുന്ന മാനദണ്ഡങ്ങൾ വെച്ചല്ല. നിങ്ങൾ PhD കൊടുക്കണ്ടേ പിണറായി വിജയന്? പക്ഷേ നിങ്ങൾ അടുത്തുള്ള പഞ്ചായത്തിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് ജോസഫ് സി മാത്യുവിൻ്റെ വീട്ടിൽ റേഷൻ കാർഡിൽ പേരില്ലാത്ത ആൾക്കാരുണ്ട് ഇല്ലയെന്ന് പറഞ്ഞു. അത് വിട്ടു ജോസഫ് സി മാത്യു. നിങ്ങളുടെ പഞ്ചായത്തിൽ കേരളത്തിൽ 1000 പഞ്ചായത്തുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ 60 കുടുംബങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു 10 വാർഡുകളാണ് പഞ്ചായത്തിലുള്ളത്. പോട്ടെ, ഒരു പഞ്ചായത്തിൽ 60 കുടുംബങ്ങളെ ശരാശരി പറഞ്ഞല്ലോ. ഒരു കുടുംബത്തോട് ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാമല്ലോ. ഈ എയറിൽ നിന്നെടുത്ത സംശയങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ PR എന്നൊക്കെ ചുമ്മാ പറയരുത്. അതിനൊക്കെ ഒരു മര്യാദകേടുണ്ട്. കാരണം കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രോസസ്സ് അവർ ഈ 5ാമത്തെ വർഷം അത് തീർക്കാൻ വേണ്ടി തന്നെ ഉള്ളതാണെന്നേ അവർ ഇന്ന് ഇനി ഇലക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല എന്ന് അവർ പറയും. അവർ രാഷ്ട്രീയക്കാരല്ലേ? അവർ കഴിഞ്ഞ 4 വർഷമായി എടുത്ത ഹാർഡ് വർക്കിൻ്റെ അവസാനം നാളെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. അതായത് ഇവർ സർക്കാർ പറഞ്ഞത് 2021 സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതികൾ മുഴുവൻ നടപ്പാക്കിയെന്നുള്ളതാണ്. അതിനുശേഷം അതിദരിദ്രന്മാരെ മനുഷ്യരുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സൈഡിൽ ആൾക്കാർ കിടക്കുന്നുണ്ട്. അതിദരിദ്രരായ മനുഷ്യർ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുള്ള മനുഷ്യർക്കറിയാം. നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്കൊരു 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പം ആ കൊച്ചിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് വെച്ചാൽ അതിനൊരു കണക്കുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ എഴുതി വെക്കും. അതായത് നമ്മുടെ ഇത് അയൽവക്കത്തുള്ള കുടുംബത്തിലെ ഏറ്റവും SSLC A+ കിട്ടിയ കുട്ടിക്ക് കൊടുക്കണം. അതിനൊരു മാനദണ്ഡം ഉണ്ടാകും. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനദണ്ഡം ഉണ്ടാവും. അങ്ങനെ മാനദണ്ഡമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ജീപ്പിൽ വന്നിരുന്നുകൊണ്ട് കാല് നീട്ടിക്കൊണ്ട് വരുന്നവർക്കൊക്കെ 100 രൂപ കൊടുക്കുന്ന ഒരു സ്വഭാവം. സർക്കാരിന് അത് പറ്റില്ല. സർക്കാരിന് അവരുടേതായ ഒരു മാനദണ്ഡം ഉണ്ടാവും. കേരളത്തിലെ സർക്കാർ അവരുടേതായ ഒരു മാനദണ്ഡം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വായിച്ചൊരു കാര്യം, അത് ഞാൻ വെരിഫൈ ചെയ്യാത്തതാണ്, പക്ഷേ വായിച്ച ഒരു കാര്യം, ഒരു കോൺക്രീറ്റ് വീടുണ്ട്, ഒരു ചെറിയ കോൺക്രീറ്റ് വീടുണ്ട്. പക്ഷേ അതിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ആരുമില്ല. ചിലപ്പം ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് കുടുംബനാഥൻ കിടക്കുന്നു, അയാളെ പരിചരിക്കാൻ വേണ്ടി ഭാര്യ ഫുൾ ടൈം അവിടെ നിൽക്കേണ്ടി വരുന്നു, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നു, അവർ ഈ കൂട്ടത്തിൽ വരും. ഇങ്ങനെ മറ്റൊരു നാടിൽ ഇല്ലാത്തതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു നാടാണ്. കാരണം നമ്മൾ അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്കീമിലും വരാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത മനുഷ്യരെ കണ്ടുപിടിക്കാൻ ഒരു ശ്രമം നടത്തി അവരെ പോയി കണ്ടുപിടിച്ച് ഈ ഓരോ കുടുംബത്തിനെയും അവരെ എങ്ങനെ നേരെ നിർത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് കണ്ടുപിടിച്ച് അവരെ നേരെ നിർത്താനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. അതിനകത്തും അതിദാരിദ്ര്യ മുക്തം എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം 2021 കണക്കനുസരിച്ചാണിത്. നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുമ്പോൾ 90% സാക്ഷരത മതി. അവസാനത്തെ ആൾ സാക്ഷരനായിട്ടല്ല നമ്മൾ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത്. അത് കണക്കിൻ്റെ ഒരു കളിയിൽ നിന്ന് കൂട്ടിയാൽ മതി. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത്രയേ കാണേണ്ടതുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന വേറെ ഒരു നിവൃത്തിയില്ലാത്ത 64,000 കുടുംബങ്ങളെ അങ്ങോട്ട് ചെന്ന് അവർക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാനും പറ്റില്ല, അവരില്ല. സർക്കാരിൻ്റെ കണക്കിൽ വോട്ടർ പട്ടിക പേരുണ്ടാവും, പക്ഷേ പഞ്ചായത്തുകൾ കണ്ടുപിടിച്ച മനുഷ്യരാണവർ.
അവർക്ക് വേണ്ടി സ്കീം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവർക്ക് വസ്ത്രം കൊടുക്കുന്നു. വീടില്ലാത്തവർ, ശ്രീ ജോസഫ് സി മാത്യു, മര്യാദകേടാണ് നിങ്ങൾ പറയുന്നത്. കാരണം പിന്നെ ലൈഫ് മിഷനിൽ നിങ്ങൾക്ക് വീട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വേണം. ഈ 3 സെന്റ് സ്ഥലവും ഇല്ലാത്തവരായിരിക്കും ഈ അതിദരിദ്രർ എന്ന് പറയുന്ന മനുഷ്യർ. അവർക്ക് വീട് കൊടുത്തിട്ടുണ്ടാവും. കാരണം ലൈഫ് മിഷനിൻ്റെ അത് ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 സെന്റ് സ്ഥലം വേണം. ഈ കാറ്റഗറിയിൽ പെടാത്ത മനുഷ്യർക്കായിരിക്കും ഇവർ വീട് കൊടുത്തു വെച്ചത്. നിങ്ങൾക്കറിയില്ല, ജോസഫ് സി മാത്യുവിനെ അറിയില്ലാത്ത കാര്യത്തെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ കൺജക്ചേഴ്സ് ഉണ്ടാക്കുന്നത്. അതിൽ വലിയ മര്യാദകേടാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഈ 64,000 ഏതെങ്കിലും ഒരിടത്ത് അഴിമതി ഉണ്ടായിട്ടുണ്ടോ? ശ്രീ ജിൻഡോ ജോൺ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. അതായത് പിന്നെ ഈ സംരംഭക വർഷം അതിൻ്റെ അകത്ത് 1,30,000 ആദ്യത്തെ വർഷമാണ്. ഇത് പോയി തപ്പി നടന്നിട്ട് അതിൻ്റെ അകത്ത് വ്യാജന്മാരുണ്ടായി. എന്നിട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രം എഴുതിയാണ് ലക്ഷണമൊത്ത ലക്ഷം കള്ളം. എന്താവശ്യത്തിനാണത്? നിങ്ങളുടെ നാട്ടിലുള്ള 1,30,000 ആളുകൾ രജിസ്റ്റർ, അതിൻ്റെ അകത്ത് നമുക്ക് ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ശ്രീ കെ ജെ ജേക്കബ്, അല്ല അത് പിന്നീട്, പക്ഷേ അതിൽ പിന്നീട് അത് കേന്ദ്രമന്ത്രി തന്നെ നിരാകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാണുകയും ചെയ്തില്ല. അതുകൊണ്ട് അതിലേക്ക് പോകേണ്ടത് വിഷയം മാറിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ അങ്ങിലേക്ക് വരാം. കാരണം മൂന്ന് പേര് അല്ലേ, 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യം എന്താ പറഞ്ഞത്? അല്ല, ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒരു റാങ്കിംഗ് നിലവിലില്ല എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല ആ വിഷയത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ തന്നെ നമുക്ക് അവിടെയാണ് പ്രശ്നം. നിങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കിയതാണ് സംസാരിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വേറൊരു പേര് മാറ്റി ഇതേ സാധനം ഇപ്പോഴും ഉണ്ട്. ശരി ആയിരിക്കാം, പക്ഷെ നമ്മൾ ദേശാഭിമാനി പത്രത്തിലടക്കം എഴുതിയത് അന്നത്തെ ദിവസം എഴുതിയത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയാണ്. നമ്മൾ അന്നത്തെ ദിവസവും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയാണ് പേര് മാറിയെന്ന് അന്നത്തെ ദിവസം ഈ കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം വന്നപ്പോൾ മാത്രമാണ് ഉണ്ടായത്. ദയവ് ചെയ്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അതിലേക്ക് പോവരുത് എന്ന് ഞാൻ ഒരു അഭ്യർത്ഥനയായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഞാൻ പേര് മറന്നുപോയാൽ നീളമുള്ള പേര് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്, പക്ഷെ നമ്മൾ പത്രങ്ങളിലടക്കം പറയുകയും പരസ്യമായി പറയുകയും ചെയ്തത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്. ശരി, അത് പോകട്ടെ. ശ്രീ ഡോക്ടർ ജിൻഡോ ജോൺ, ഞാൻ അങ്ങിലേക്കാണ് വരേണ്ടത്. അങ്ങിലേക്ക് വരും. അതിനു മുമ്പ് ശ്രീ ജോസഫ് സി മാത്യുവിലേക്ക് പോകുന്നു. ഡയറക്റ്റായിട്ട് അവർ തമ്മിലുള്ള ഒരു സംസാരം ഉണ്ടായതുകൊണ്ടാണ്. ശ്രീ ജോസഫ് സി മാത്യു, മറുപടി. അല്ല, ഞാൻ ശ്രീ ജേക്കബ് എന്നെ മര്യാദ പഠിപ്പിച്ചതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞ നമ്മൾ ഈ വിഷയത്തിലേക്ക് മാത്രം ഞാൻ വരാം. അദ്ദേഹം പറഞ്ഞതുപോലെയല്ല. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 3,500 വീട്, 2,553 റേഷൻ കാർഡ്, 3,125 ആധാർ കാർഡ്, ഈ 64,000 കൊടുത്ത കണക്കാണ് ഈ പറയുന്നത്. അത് അല്ലാതെ വസ്തു കൊടുത്തത് വേറെ അവർ കണക്ക് പറയുന്നുണ്ട്, എത്ര പേർക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ലൈഫ് മിഷന്റെ സ്കീമിൻ്റെ അകത്ത് വസ്തു ഇല്ലാത്തവർക്ക് വസ്തു കൊടുക്കാനുള്ളതുണ്ടോ എന്നുള്ളതും കൂടി അദ്ദേഹം അന്വേഷിച്ച് നോക്കട്ടെ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഈ വിഷയത്തിലുള്ള പ്രഖ്യാപനം ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അകത്ത് ഇവർ പറയുന്നത് ദാറ്റ് മീൻസ് 0 പോവർട്ടി, 0 ഹങ്കർ, ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഈക്വാളിറ്റി. അതായത് നമ്മൾ ഈ ചർച്ചയിൽ തന്നെ മന്ത്രി പറഞ്ഞല്ലോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്നുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് എടുക്കരുത് എന്ന് പറയുന്നുണ്ടല്ലോ മന്ത്രി. അതിന്റെ മാനദണ്ഡം എന്താണെന്ന് പറയണ്ടേ മാധു? മാനദണ്ഡം എന്താണെന്ന് പറയണ്ടേ? സർക്കാരിന്റെ ഒരു സ്കീമിലും പെടാത്തവർക്ക് 33 രൂപ പെർ ഡേ കൊടുത്തതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ അദ്ദേഹം കണ്ട റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കിടക്കുന്നവരും നമ്മൾ കാണുന്ന കടത്തിണ്ടയിൽ കിടക്കുന്നവരും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ അവരെ അഡ്രസ് ചെയ്യാനുള്ള പദ്ധതി ഇല്ലേ എന്നാണോ? ഇവർ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞോട്ടെ, വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ഇനി അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാപട്യമല്ലേ? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ നിക്ക് ഞാൻ അല്ല, തുടർ പ്രക്രിയയാണെങ്കിൽ അത് പറയണ്ടേ? എത്ര പേര്? ഈ 64,000 എന്നുള്ള കണക്ക് തന്നെ കളവാണ്. അല്ല, അദ്ദേഹം പറയുന്നതല്ലോ, സർക്കാർ നടത്തുന്ന പ്രഖ്യാപനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഞാൻ ഓരോന്നായിട്ട് ജയിക്കുമ്പോൾ പറഞ്ഞതിന് പറയേണ്ട സമയമില്ലാത്തത് കൊണ്ടാണ് ഓരോന്നിനും മറുപടി പറയാം. എനിക്ക് പറയാനുള്ള വേറെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ വേൾഡ് ബാങ്ക്, ഞാൻ 3 റിപ്പോർട്ടിന്റെ പേര് മാത്രം വായിക്കാം, കേൾക്കുന്നവരെ പരിശോധിക്കട്ടെ. സ്പ്രിംഗ് 2025 പോവർട്ടി ആൻഡ് ഈക്വിറ്റി ബ്രീഫ്. അവർ പറയുന്നത് എന്താണ്? വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടാണ്. അവർ പറയുന്നത് 2011-12 16.2% ഇന്ത്യയിലെ ദാരിദ്ര്യം ഇന്നിപ്പോൾ 22-23 ആയപ്പോൾ 2.3% ആയിട്ട് കുറഞ്ഞു.
അപ്പം മാധു മനസ്സിലാക്കേണ്ട കാര്യം 2021 തന്നെ കേരളം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അത് നമ്മൾ പൊതുവെ അംഗീകരിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. ആവറേജ് ആണ് നമ്മൾ ഈ പറഞ്ഞ 16.2 എന്ന് പറയുന്നത്. ഈ 16.2 2ആയി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കഴിഞ്ഞ 5 വർഷക്കാലം എവിടെയാണ് കൂടുതൽ മുന്നേറ്റം ഉണ്ടായതെന്നാണ്. ഞാൻ ഈ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല. അതല്ല ഈക്വാലിറ്റി എന്നുള്ളത് ബീഹാറിലൂടെ നിങ്ങളുടെ ക്യാമറകൾ പോകുമ്പോഴെല്ലാം നമുക്ക് കാണാം. ഇത് മാത്രമല്ല, നേരത്തെ സുജീർ ബല്ല ആൻഡ് കരൺ ഭാസൻ അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത് പൂർണ്ണമായി ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ്. SBIയുടെ റിപ്പോർട്ട്, റിസർച്ച് സ്റ്റഡി SBIയുടെ പറയുന്നത് 5% താഴേക്ക് ഇന്ത്യയിലെ വന്നു എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞ ഒരു 5 വർഷക്കാലയളവിനുള്ളിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം തന്നെ ഏതാണ്ട് 10-15% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരളത്തിലെ ദാരിദ്ര്യം ഇത്രയും കുറഞ്ഞാൽ പോരാ. ഞാൻ പറയുന്നത് ഈ കണക്കുകളൊന്നും വിശ്വസനീയമല്ല. ഈ ഇൻഈക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന നയങ്ങൾക്കിടയിൽ ഈ സർക്കാരുകൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, അത് കേരള സർക്കാർ മാത്രമല്ല, സർക്കാരുകൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇത്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതിയുടെ പണം യഥാർത്ഥത്തിൽ എടുത്ത് വക മാറ്റി ചെലവഴിക്കലാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ 64,000 കുടുംബങ്ങൾക്ക് ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് പറയേണ്ടത്. ഒരു പദ്ധതിയും എത്താത്തവർക്ക് ഞങ്ങൾ 1,000 രൂപ മാസത്തേക്ക് അവിടെ എത്തിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ 1,000 രൂപ കൊടുക്കുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പര്യാപ്തമല്ല. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനും പര്യാപ്തമല്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ഈ പറയുന്ന ഈ 64,000 കുടുംബങ്ങളിലേക്ക് 1,000 രൂപ മാസം എത്തിക്കുക എന്നതല്ല സർക്കാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ പറയുന്നത്. 5,422 വീടുകൾ, 30 ഏക്കർ ഭൂമി, സ്വയം തൊഴിൽ ഉള്ള അവസരം, 5,583 കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെ പലതുമുണ്ട്. ഞാൻ പറയുന്നത് സ്വയം തൊഴിലിനുള്ള അവസരം വ്യക്തമാക്കട്ടെ മാധു. ശരി, അത് വ്യക്തമാക്കട്ടെ. അത് നാളെയാണല്ലോ, നാളെ പ്രഖ്യാപനം വരട്ടെ. നമുക്ക് ഇഴകീറി പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ ആ പ്രഖ്യാപനം വരട്ടെ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ നീതി ആയോഗിന്റെ കണക്ക് നമുക്ക് എടുത്തല്ലേ പറ്റുകയുള്ളൂ. അവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ദാരിദ്ര്യ നിലവാര സൂചികയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ബീഹാറാണ്. 51%, ഡബിൾ എഞ്ചിൻ എന്നൊക്കെയാണ് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. 51% മനുഷ്യർ ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. അതേ കണക്കിൽ 2021 അതേ കണക്കിൽ കേരളം എന്ന് പറയുന്നത് 0.71 ആണ് നമ്മുടെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കണക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കോട്ടയം ജില്ല നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെയാണ്. ഇപ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, യുപിയിൽ 37% പേരാണ്. മധ്യപ്രദേശ്, അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കോൺഗ്രസിന് ഏറ്റവും ചുരുക്കം ഈ 64,000 മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമുണ്ടാകില്ലല്ലോ, അല്ലേ? തീർച്ചയായിട്ടും ഈ 64,006 കുടുംബങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ടു എന്നുള്ള അവകാശവാദം സത്യസന്ധമാണെങ്കിൽ അതിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. പക്ഷേ അവർ മാത്രമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഈ 64,006 പേരെ എങ്ങനെ കണ്ടെത്തി എന്നുള്ള സാങ്കേതിക ചോദ്യമുണ്ട്. അതിനും ഉത്തരം പറഞ്ഞിട്ടില്ല. ഏത് തരത്തിലാണ് ഇവർക്കുള്ള പരിഗണനകൾ കൊടുത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മധു, ഈ 64,006 കുടുംബങ്ങൾ ആരാണെന്ന് കൂടി നമുക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പി രാജീവ് മറ്റേ നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എണ്ണം പറഞ്ഞതുപോലത്തെ ഒരു എണ്ണം പറഞ്ഞത്. ഇനി നിങ്ങളോടൊരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. മാതൃഭൂമിയാണ് ഏറ്റവും നന്നായിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കാണിച്ചത്. മോട്ടോർ സൈക്കിൾ ഡയറീസ്, അങ്ങനെ എന്താണ് പേര്. ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ശൗചാലയങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പെട്രോളിയം നികുതി കൂട്ടിയത് എന്ന് പറഞ്ഞ് ഇവിടെ അൽഫോൺസ് കണ്ണന്താനൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കക്കൂസ് കൊടുത്തു എന്ന്. ഓക്കെ, അങ്ങനെ പറഞ്ഞു. ബീഹാറിൽ നിങ്ങളുടെ റിപ്പോർട്ട് പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ വെളിയിട വിസർജന നിർമ്മാർജ്ജനം നടക്കപ്പെട്ട ഒരു രാജ്യത്ത് നടന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഈ ഭരണകൂടങ്ങൾ പറയുന്ന എല്ലാ കണക്കുകളും തൊടാതെ വിഴുങ്ങലല്ല നമ്മൾ പൊതുസമൂഹത്തിൽ പൗരബോധമുള്ള ആളുകൾ എടുക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി, എനിക്ക് വ്യക്തിപരമായി കൂടി കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരു മേഖലയാണ് ഈ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം. മാധവും KJ ജേക്കബും പറഞ്ഞ കണക്കിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അന്ത്യോദയ അന്ന കാർഡുകളുടെ എണ്ണം നിലവിലെ ഡാറ്റ അനുസരിച്ചിട്ട് 2.5 കോടി മാത്രമാണ്. ആകെ ഇന്ത്യയിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ കീഴിൽ 19,30,00,000 കാർഡുകളിൽ നിന്നായിട്ട് ഏകദേശം 76 കോടി മനുഷ്യരെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളൂ. അതിൽ പോലും 2.5 കോടി കാർഡുകൾ മാത്രമാണ്. അതായത് 19,30,00,000-ൽ 2.5 കോടി കാർഡുകൾ മാത്രമാണ് അന്ത്യോദയ അന്ന യോജന കാർഡ്. 85 കോടി മനുഷ്യരല്ല. അത് തന്നെ 10-12 കോടി മനുഷ്യരെ വരുന്നുള്ളൂ. 85 കോടി കാർഡിനുള്ളിൽ പെടുന്നത് ഒരാളല്ല. ഒരു റേഷൻ കാർഡിനുള്ളിൽ പെടുന്നത് ഒരാളല്ല ഡോക്ടർ ജിൻഡോ ജോൺ. ഞാനത് മാധവ്
ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ PhD എടുത്ത ആളാണ്. അല്ലെങ്കിൽ എന്നെ റദ്ദ് ചെയ്യണം, എന്റെ PhD റദ്ദ് ചെയ്യണം നിങ്ങൾ. അങ്ങ് പറയുന്നതിൽ ഒരു സംശയം തോന്നിയാൽ അങ്ങയുടെ PhD റദ്ദ് ചെയ്തതിന് ശേഷമേ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. മാധു, ഞാൻ മാധുവിനോട് ചോദിക്കട്ടെ, 2.5 കോടി കാർഡുകളിലായിട്ട് 2.5 കോടി മനുഷ്യരെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, 10-12 കോടി മനുഷ്യരെന്ന് പറഞ്ഞത്. 12 കോടി ഗുണഭോക്താക്കളെ അന്ത്യോദയ അന്ന കാർഡിലുള്ളൂ. മാധുവും KJ ജേക്കബും 85 കോടി മനുഷ്യരെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ തിരുത്തിയത്. അതൊരു ഫാക്ച്വൽ എററാണ്, അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഈ രാജ്യത്ത് അന്ത്യോദയ കാർഡിന്റെ ഉപഭോക്താക്കളായിട്ട് 2023 ജനുവരി 12-ാം തീയതി കേന്ദ്ര ഭക്ഷ്യ മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പറയൂ. അത് തെറ്റായിട്ടുള്ള കണക്കാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. ഉത്തമ ബോധ്യത്തോടെയാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി, 1,05,00,000 ആഡംബര ബസ്സിൽ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സൃഷ്ടി നടത്താൻ ജാഥ നടത്തി. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നവകേരള സൃഷ്ടി പൂർത്തിയായെന്ന് പറഞ്ഞു. വനിതാ മതിലൊരുക്കി, പൊതുഖജനാവിൽ നിന്ന് പണം കൊടുത്ത് വനിതകൾക്ക് മുഴുവൻ സുരക്ഷ ഒരുക്കി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അമേരിക്ക കവച്ചു വയ്ക്കുന്ന ആരോഗ്യരംഗമാണ് കേരളത്തിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നു, കേരളത്തിലെ ആശുപത്രി ഇടിഞ്ഞു വീണ് മനുഷ്യർ മരിക്കുന്നു. ഇവിടെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ല, മരുന്നില്ല, പഞ്ഞിയില്ല, സൂചി നൂലുമില്ല, ഇതൊന്നുമില്ല. അപ്പോഴും പറയുന്നു അമേരിക്കയെ കവച്ചു വയ്ക്കുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളോട് ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്നു. എന്നിട്ട് 1000 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ മുമ്പിൽ പോയി PM ശ്രീയിൽ ഒപ്പിടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുടെ ഈ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അത് മാത്രമല്ല, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്, 9%-ലധികമാണ്. അപ്പൊ നമ്മൾ വിവിധ ഏജൻസികളുടെ കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഒരു ദിവസം ഒരാൾക്ക് 190 രൂപയെങ്കിലും വരുമാനമുണ്ടെങ്കിലേ അതിദരിദ്രരുടെ പട്ടികയിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും അധികം വിലക്കയറ്റമുള്ള ഒരു സംസ്ഥാനത്ത് ഈ തുക പോലും അനിവാര്യമല്ല എന്നുള്ള ബോധ്യം നിലനിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഒറ്റ ചോദ്യമുള്ളൂ മാധു. ഈ 64,006 കുടുംബങ്ങൾ ആരാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നാളെ മുതൽ ഇവരുടെ നിലവാരം എന്താണ്? നാളെ മുതൽ ഇവർ ഈ സർക്കാർ പറയുന്നത് പോലെ പൗരപ്രമുഖരായിട്ട് മാറുമോ? അപ്പൊ ഇതിൽ പെടാത്ത 5 ലക്ഷത്തോളം മനുഷ്യരുണ്ട്, 5,30,000 മനുഷ്യരുണ്ട്. അവർ ഏത് നിലവാരത്തിൽ വരും? അവർ ഏത് തരത്തിലുള്ള ദരിദ്രരായിട്ട് ചിത്രീകരിക്കപ്പെടും? നാളെ മുതൽ ഈ സർക്കാർ പൊതിച്ചോറ് വാങ്ങി തന്നെ സർക്കാർ ആശുപത്രിയിൽ ഒറ്റ മനുഷ്യരുണ്ടാകും. എനിക്ക് അങ്ങോട്ട് PhD ഒന്നും സംശയമില്ല. എന്റെ മുന്നിലുണ്ടായിരുന്ന കണക്കതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന PMGKY 81 കോടി മനുഷ്യർക്കാണ് അതിന്റെ ബെനിഫിഷ്യറി എന്നുള്ളതാണ് ഇപ്പോഴത്തെയും ഒരു കണക്ക് എനിക്ക് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നത്. എല്ലാം പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയാണ് ഞാൻ പറഞ്ഞത്. സൗജന്യ അരി ലഭ്യമാകുന്നതിന്റെ കണക്കാണ് പറഞ്ഞത്. മാധു, അത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയിൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന്റെ ഭാഗമായിട്ട് വരുന്ന ജനങ്ങളുടെ മൊത്തത്തിൽ എണ്ണമാണ്. അത് അന്ത്യോദയ അന്ന കാർഡല്ല. ശരി ശരി ശരി. അങ്ങനെ 10 കോടി മനുഷ്യർ, 10-12 കോടി മനുഷ്യരേ ഉള്ളൂ. ശരി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2023 ജനുവരിയിൽ കേന്ദ്രമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്. അത് ആ നോട്ടിൽ നിന്നാണ് ഞാനത് പറഞ്ഞത്. KJ ജേക്കബിന്റെ സോഴ്സ് എന്താണെന്ന് അദ്ദേഹം പറയട്ടെ. ഞാനിപ്പോൾ നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു വിവരം കൂടിയാണ്. അങ്ങ് പറഞ്ഞ വിവരത്തെയും ഞാൻ ഏറെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ അങ്ങിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ ഉല്ലാസ് ബാബു, ഇതിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ഇത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടം ആണ് എന്ന് പറയുന്നു. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു കള്ളക്കണക്കാണ് സർക്കാർ പറയുന്നത് എങ്കിൽ, ഇത് കാപട്യമാണ്, ഇത് PR എക്സസൈസ് ആണ് എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എന്തിനാണ് കേന്ദ്ര സർക്കാരിന്? അല്ല, അത് കുറച്ച് സമയം തരണം. ഈ മാധ്യമ പ്രവർത്തകൻ ശ്രീ KG ജേക്കബ്, അദ്ദേഹത്തിന് BJP എന്ന് കേട്ടാൽ ചതുർത്ഥിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു BJPക്കാരൻ പറയുന്നത് നാളെ ജനങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങളെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. മാധു, ഞാൻ ചോദിച്ചോട്ടെ. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ പോലും അതിനൊരു മാനദണ്ഡവുമുണ്ട്, കണക്കുമുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു KJ ജേക്കബേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മാനദണ്ഡം അത് തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാര്യം. ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങൾ ചോദ്യം കൃത്യമാണെന്ന് നിങ്ങളുടെ സർക്കാരിനോടെ ചോദിച്ചത്. MLA ചോദിച്ച ചോദ്യം സംസ്ഥാനത്ത് അതിദാരിദ്ര്യർ എത്ര പേരുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു പേപ്പറിന് അപ്പുറത്തുള്ളവരെയാണ് കണ്ടെത്തി പിടിക്കുന്നതെന്ന്. ഈ പേപ്പറിന് അപ്പുറത്തുള്ള ആൾ 4,98,000 പേർ വേറെയുണ്ട് എന്ന് നിങ്ങളുടെ തന്നെ മറ്റൊരു കണക്കിൽ പറയുന്ന സമയത്ത് അതിൽ 1.28 അതിദാരിദ്ര്യത്തിൻ്റെ ദയനീയതയിൽ കിടക്കുന്നവരാണെന്ന് നിങ്ങളുടെ സർക്കാർ തന്നെ കണ്ടെത്തി പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ പെട്ടെന്ന് 6,400 ഈ 64,000 ഉൾക്കൊള്ളിച്ച ആ സൂത്രപ്പണി ഉണ്ടല്ലോ, ആ സൂത്രച്ചരടാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയ ചൂതാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാക്കി സാധാരണക്കാരൻ്റെ ദാരിദ്ര്യത്തെ ഉപയോഗിക്കരുതെന്ന്.
നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു, സുരേഷ് ഗോപിക്ക് മാത്രമേ അത്ര സാധിക്കുള്ളൂ എന്ന്. നിങ്ങൾക്ക് ഈ BJP വിരോധവും സുരേഷ് ഗോപി വിരോധവും വെച്ച് ഇങ്ങനെ നടന്ന് പ്രാന്താവുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം സംഭവിക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തട്ടിപ്പുകൾക്ക് മുന്നിൽ നിങ്ങളെപ്പോലെയുള്ളവർ തല കുനിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ മറുപടി തന്നെ വേണമെന്നേ. 12 കോടി ടോയ്ലറ്റുകൾ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കേണ്ടി വന്നത് 15 കൊല്ലത്തോളം ഇവർ ഭരിച്ചു മുടിച്ച് ഈ സംവിധാനത്തിൽ എത്തിയിട്ടും ആ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കാൻ മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നും കൂടി മാധു കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ടുള്ള ഈ സംവിധാനം നിങ്ങൾ വെച്ച് കിലയിലൊരു ക്ലാസ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാനദണ്ഡം ഉണ്ടാക്കി. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡത്തിൽ നിന്ന് ഇത്രയോളം ആളുകൾ പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്. നിങ്ങളുടെ രാഷ്ട്രീയ ചൂടാട്ടത്തിന് മുമ്പിൽ ആ പാവങ്ങൾക്ക് ജീവിക്കാനുള്ള അന്നവും വെള്ളവും കളയാൻ പറ്റില്ല. അത് കൃത്യമായി പറഞ്ഞു തന്നതാ. അല്ലെങ്കിൽ അത് കൃത്യമായി ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നുള്ള പ്രാപ്തി ഉണ്ടാവണം. നിങ്ങളുടെ സർക്കാരിന് അത് സാധിക്കുമോ? 225 തവണ അതേപോലെ 68 തവണ ഓടിയെടുത്ത ആളുകളാണ് ഈ 64,000 പേരെങ്കിൽ എങ്ങനെയാണ് അവർക്ക് ഇനി കിട്ടാൻ പോകുന്ന ഗുണഫലങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് റദ്ദാക്കുക? അവരിപ്പോൾ തന്നെ നിലവിൽ അതിന്റെ ഗുണഭോക്താക്കളല്ല എന്നുള്ളതാണല്ലോ സംസ്ഥാനം അവകാശപ്പെടുന്നത്. ഒരു ബഡ്ജറ്റിൽ ഞാൻ ചോദിക്കട്ടെ, റദ്ദാക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞോ? BJP റദ്ദാക്കുമെന്ന് പറഞ്ഞോ? മാനദണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് ഇവരുടെ പേരിനെ കയറ്റി വെക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കുകൾ നിങ്ങൾ നടത്തുന്ന സമയത്ത്, ഭാവിയിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെടും സമയത്ത് പ്രതിസന്ധിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. രാഷ്ട്രീയ ചൂതാട്ടത്തിനെ ആ പാവപ്പെട്ടവരെ ഉപയോഗിക്കരുത്. അത് കൃത്യമായ മറുപടിയല്ലേ? എന്താ അതിൽ വിരോധമുള്ളത്? ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് നിന്ന് കൊടുക്കാനുള്ള സാധാരണക്കാരുടെ പ്രതിസന്ധി. പിന്നെ 9.5 കൊല്ലം ഭരിച്ചിട്ട് കടലാസും പേപ്പറും ഇല്ലാത്ത ആളുകളെ 2021 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭരണ സംവിധാനം കഴിഞ്ഞിട്ട് കണ്ടെത്താൻ സാധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എന്റെയോ മാധുവിന്റെ കുറ്റമാണോ? കോൺഗ്രസ് പ്രതിപക്ഷത്തിന്റെ കുറ്റമാണോ? ഭരണപക്ഷത്ത് കയറിയിട്ട് ഈ മിടുക്കന്മാർക്ക് 9.5 കൊല്ലം കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന്റെ 4 ദിവസം മുൻപ് ഇത് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ ആ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും രാഷ്ട്രീയ തട്ടിപ്പും നടത്തുന്നുവെന്ന് പ്രതിപക്ഷങ്ങൾ ആരോപിക്കുമ്പോൾ അതില് വിഷമം പൂണ്ടിട്ട് കാര്യമില്ല, അതിൽ ദയനീയത പൂണ്ടിട്ട് കാര്യമില്ല. സൈഡ് കൂടെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് ഓന്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞൊരു ഡയലോഗ് സുരേഷ് ഗോപി ചെയ്ത പ്രവർത്തനങ്ങളും സംസാരിച്ചിട്ട് നിങ്ങളുടെ സർക്കാരിലെ നിങ്ങളിപ്പോ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്ത മന്ത്രിമാരുണ്ടല്ലോ 21 നമുക്കൊന്ന് തുലനം ചെയ്യാം. ഒന്നര മിനിറ്റ് ആണുള്ളത്. നാളെ ഒരു പ്രഖ്യാപനം വരികയാണ്. നോക്കൂ, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ശരിയായി ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴുണ്ടാകുന്ന വിമർശനമല്ലേ ഇതെല്ലാം? മധുവിൻ്റെ മര്യാദക്കാരുണ്ട്. 3 പേര് സംസാരിക്കുന്നിടത്താണ് ഞാനൊരു മറുപടി പറയുന്നത്. നിങ്ങൾ എനിക്ക് അവസാനം 1.5 മിനിറ്റ് വന്നിരിക്കുന്നത്. എനിക്കത് കൂടി ഇത്രേ പറയാനുള്ളൂ. അതായത് 64,000 കുടുംബങ്ങളെ കേരളത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നു, ജീവിക്കാൻ വഴിയാത്ത മനുഷ്യർ. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് അത് മാനദണ്ഡങ്ങൾ പോരെങ്കിൽ നിങ്ങൾ പറയാം മാനദണ്ഡം വെക്ക്. BJP-കാരന് പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ 64,000 പേർക്ക് നിങ്ങളിപ്പോൾ കൊടുക്കുന്നില്ല ഒന്നും. അവർക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അവരെ നിങ്ങളെടുത്ത് കളയുക. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അവരെ പട്ടിണിക്കിടുമെന്നാണോ? അവരെ പട്ടിണിക്കിടൂല്ല എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ്. നിങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് നിങ്ങൾ വണ്ടിയുടെ പറയുന്നിട്ട് ഇങ്ങനെ നോട്ട് കൊടുക്കുന്ന പോലെ അല്ല കൊടുക്കുന്നത്. പിന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് കാശുകൾ ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾ പേടിപ്പിക്കേണ്ടതില്ല. ഈ പാവപ്പെട്ടവരുടെ കാര്യം നോക്കാൻ സംസ്ഥാന സർക്കാരിന് അറിയാം എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് നിങ്ങൾ പാവപ്പെട്ടവരുടെ കാര്യം നോക്കാൻ സംസ്ഥാന സർക്കാരിന് അറിയാമെന്ന് നിങ്ങൾക്ക് നാണമാകില്ല. ഈ കേരളത്തിൽ കർഷകർ ആത്മഹത്യ ചെയ്തു, എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു, എത്ര വീടില്ലാതെ മനസ്സിലാക്കാത്ത ഭവനമില്ലാതെ എത്ര പേർ പ്രതിസന്ധിയിൽ കിടക്കുന്നു, ടാർപ്പായ കീഴിൽ എത്ര പേർ കിടക്കുന്നു, മഴ വരുന്ന സമയത്ത് കോലായിൽ എത്ര പേർ കയറി നിൽക്കുന്നു. നിങ്ങളുടെ സംസ്ഥാന സർക്കാർ എവിടെയായിരുന്നു? ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയല്ലേ നിങ്ങൾ? ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത സംസ്ഥാന സർക്കാരിലെ
അദ്ദേഹത്തോട് പറയാം, അതായത് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ വെട്ടി കുറച്ചാലും ഈ മനുഷ്യന്റെ കാര്യം നോക്കാനുള്ള കപ്പാസിറ്റി കേരളത്തിനുണ്ട് എന്നുള്ളതാണ് കേരളം നാളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അത് മനസ്സിലാക്കും നിങ്ങൾ ആദ്യം. അതല്ലാതെ അവരുടെ കഞ്ഞിയിൽ എങ്ങനെ പാത്ര ഇടാൻ പറ്റും നാളെയാണ് സുപ്രധാനമായ ഒരു പ്രഖ്യാപനം വരുന്നത്. കേരള പിറവി ദിനമാണ്. നമ്മൾ പട്ടിണിയിൽ നിന്ന് പടവെട്ടാൻ പോന്ന ആത്മധൈര്യം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ചെറിയ തോന്നലുകൾ പോലും എത്രയും സന്തോഷം തരുന്ന ഒന്നാണ്. പൂർണ്ണമായും അത് മുഴുവനായും പരിഹരിച്ചു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസം ഒരുപക്ഷെ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ലായിരിക്കും. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ശരാശരി കണക്ക് വെച്ചുകൊണ്ട് 90% മുകളിൽ വരുമ്പോഴാണ് പലപ്പോഴും പല പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ പൂർണ്ണമായും എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതല്ല, ഇനി അതിദാരിദ്ര്യത്തിലുള്ള ഒരു മനുഷ്യനും ഇല്ല എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന ചെറിയ ഒരു ഇനിഷ്യേറ്റീവ് പോലും, ചെറിയൊരു ചുവടുവെപ്പ് പോലും കുറച്ച് മനുഷ്യരുടെ മുഖത്ത് ഒരു നല്ല ദിവസം ഒരു ചിരി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്നത് പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ 1% താഴെ മാത്രം ദരിദ്രരെന്ന് രാജ്യത്തെ നീതി ആയോഗ് വിധി എഴുതി ഏറ്റവും 1-ാം നമ്പർ എന്ന് പറഞ്ഞ ഇടത്തു നിന്നാണ് 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് തുടങ്ങുന്നത്. വിമർശനങ്ങൾ ഉണ്ടാകും, അതിനെ വലിയ ബഹുമാനത്തോടു കൂടി നമ്മൾ കാണും. ക്രെഡിറ്റ് എടുക്കാൻ വരുന്നവരോടും ഇവിടെ ഇത് ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് എടുക്കാൻ കഴിയുന്നത് എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ ഓർമ്മയുണ്ടല്ലോ, ബജറ്റിന്റെ സമയത്തൊക്കെ ജോർജ് കുര്യൻ അടക്കം പറഞ്ഞുള്ളവർ ഒന്നുമില്ലെന്ന് പറയൂ എങ്കിൽ തരാമെന്ന്. അങ്ങനെയല്ല, ഉള്ളയിടത്തു നിന്നും ഇനിയും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ നമ്മളേറെ അഭിമാനത്തോടു കൂടിയാണ് കാണുകയും ചെയ്യുന്നത്. എല്ലാ വിമർശനങ്ങളെയും സ്വീകരിച്ച പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ സർക്കാരിന് കഴിയട്ടെ, മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴെങ്കിലും.